2022 നമുക്ക് മുന്നിൽ വരുന്ന ഗ്രാൻഡ് വിറ്റാറ വളരെ വ്യത്യസ്തമായൊരു ടെക്നോളജി ആഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിലവിൽ ഈ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ നടത്തുന്ന ടയോട്ടയാണ്. ഗ്രാൻഡ് വിറ്റാറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എഞ്ചിൻ എന്നുള്ളത്. സോ നമുക്ക് രണ്ട് ടൈപ്പുള്ള എഞ്ചിനാണ് ആദ്യം വരുന്നത്. K15 സീരീസിലുള്ള എഞ്ചിനും M55D എന്ന് പറയുന്ന ഒരു സീരീസിലുള്ള എഞ്ചിനും. K50C എഞ്ചിനെ പറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ എഞ്ചിന് സാധാരണ പവർ കുറവായിരിക്കും. എന്നുള്ളവർക്കും ഇതിന് പവർ കുറഞ്ഞ എഞ്ചിനാണ് വെച്ചേക്കുന്നത്. അല്ല, പവർ കുറഞ്ഞ എഞ്ചിനൊന്നുമല്ല. ഈ എഞ്ചിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. ഈ CVT വാഹനങ്ങളുടെ എഞ്ചിനും CVT ട്രാൻസ്മിഷനൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടു. എന്നാൽ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ വർക്കിംഗ് പ്രൊസീജിയർ പറഞ്ഞുതരാം നിങ്ങളുടെ. ഈ ഒരു വാഹനത്തിൻ്റെ ഈ CVT എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ വാഹനത്തിൻ്റെ പവർ ഓൺ ചെയ്യുന്നു. സോ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. വാഹനം P ഡ്രൈവിലോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ EV റെഡി എന്ന് കാണിച്ചിരിക്കുന്നു. അതായത് ഈ ഒരു വാഹനത്തിൽ നമ്മൾ മുന്നേ പറഞ്ഞു ഒരു ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി ഉണ്ടെന്നും ആ ബാറ്ററി വോൾട്ടേജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററി വോൾട്ടേജിനെ നേരെ ഈ CVTയിലുള്ള ഗിയർ ബോക്സിലേക്ക് നൽകുന്നു. ഈ CVT ഗിയർ ബോക്സിൽ ഒരു 2 മോട്ടോർ ജനറേറ്റർ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു മോട്ടോർ ജനറേറ്ററിനെ ഇലക്ട്രിക്കൽ എനർജിയിൽ നിന്ന് മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി 2 വീലുകൾക്ക് ഡ്രൈവ് കൊടുക്കുന്നു. അതായത് ഈ വാഹനത്തിൻ്റെ എൻജിൻ വർക്ക് ചെയ്യാതെ തന്നെ ഇപ്പോൾ വാഹനം മൂവ് ആകുന്നു തുടങ്ങുന്നു. ഈ വാഹനം Pയിൽ നിന്ന് Dയിലേക്ക് ഡ്രൈവിലേക്ക് മാറ്റുന്ന സമയത്ത് വണ്ടിയും സ്ലോലി മൂവ് ആവുന്നു. ബാറ്ററിയിൽ നിന്നുള്ള പവറിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് മോട്ടർ അത് മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റി വീലുകളെ റൊട്ടേറ്റ് ചെയ്ത് വാഹനത്തിന് കൈനറ്റിക് എനർജി നൽകുന്നു എന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ ഒരു വാഹനത്തിന് 3 മുതൽ 3 കിലോമീറ്ററിനുള്ളിൽ വാഹനം ഓടിക്കഴിയുമ്പോഴത്തേന് ഏകദേശം ബാറ്ററിയുടെ ചാർജ് ഡ്രോപ്പ് ആവും. ആ ഡ്രോപ്പ് ആയി കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി ഈ വാഹനത്തിന് നൽകിയിരുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റം എഞ്ചിനെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. വാഹനത്തിന് നല്ലാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറോ കാര്യങ്ങളൊന്നുമില്ല. ഈ CVT എന്ന് പറയുന്ന ഗിയർ ബോക്സിൽ നൽകിയിരിക്കുന്ന മോട്ടേഴ്സാണ് ഈ ഒരു വാഹനത്തിന് എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ഒരു വാഹനത്തിൽ PRNDB ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. കാരണം ഇതിലൊരു B നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഒരു CVT വാഹനങ്ങളിൽ നൽകിയിരിക്കുന്ന ഒരു B എന്ന് പറയുന്നത് ബ്രേക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു വാഹനം നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേനും B എന്ന മൂഡിലേക്ക് ഇട്ട് കൊടുത്താൽ ബാറ്ററീനെ പെട്ടെന്ന് ചാർജ് ആക്കും. അതായത് ബാറ്ററി എനർജീനെ റീജനറേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ നിന്നുള്ള ഒരു ഡ്രൈവും വാഹനത്തിന് ഗിയർ ബോക്സിൽ നിന്നുള്ള ഡ്രൈവും വീലുകൾക്ക് ഒരു ലോക്ക് പൊസിഷൻ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേന് സഡൻ ആയിട്ടൊരു ആക്സിലറേഷൻ വേണ്ടി വരുന്നു. നമുക്ക് അല്ലെങ്കിൽ ഒരു ഓവർടേക്കിംഗ് വേണ്ടി വരുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വാഹനം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിനെ നമ്മൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. എഞ്ചിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പ്രവർത്തിച്ച എഞ്ചിനിൽ നിന്നുള്ള ഒരു പവർ എടുത്തിട്ട് വീണ്ടും ബാറ്ററിയെ ചാർജ് ചെയ്യുന്നു. അത് കൂടാതെ ബാറ്ററി ചാർജിന് ശേഷം ബാറ്ററിയിൽ നിന്നുള്ള പവർ എടുത്ത് വീണ്ടും CVT നൽകിയിരിക്കുന്ന ഗിയർ ബോക്സിൽ നൽകിയിരിക്കുന്ന ഒരു മോട്ടോർ ജനറേറ്ററിനെ വീണ്ടും അസിസ്റ്റ് ചെയ്യുന്നു. അതായത് ഇലക്ട്രിക്കൽ എനർജി വീണ്ടും അസിസ്റ്റ് ചെയ്യുന്നു. 2 വീലുകൾക്കും ഡ്രൈവ് കിട്ടുന്നു. അതായത് ഒരു നോർമൽ എഞ്ചിൻ ആക്സിലറേഷൻ എന്ന് പോകുന്നു അതേ രീതിയിൽ തന്നെ വാഹനം കൂടുതൽ പവറിൽ മൂവ് ആവുന്നു. അങ്ങനെ ഈ വാഹനം മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രിക്കൽ ഡ്രൈവിൽ വണ്ടി മൂവ് ആവുന്നു. അതായത് ഈ വാഹനം പൂർണ്ണമായും മെക്കാനിക്കലിലോ ഇലക്ട്രിക്കലോ ഓടിക്കാനായിട്ട് സാധിക്കില്ല. ഒന്നില്ലെങ്കിൽ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഓടിക്കാൻ സാധിക്കില്ല. പൂർണ്ണമായും മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രിക്കൽ ഡ്രൈവിലേ ഓടിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നമ്മൾ മുന്നേ പറഞ്ഞു 3 കിലോമീറ്റർ വരെ മാക്സ് നമുക്ക് ഈ ഒരു ഇലക്ട്രിക് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നീട് വണ്ടി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ എഞ്ചിൻ അസിസ്റ്റ് ചെയ്തായിരിക്കും വാഹനം മൂവ് ആവുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേന് ഈ 3 കിലോമീറ്റർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ഫ്യൂവൽ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോഴത്തേനും വളരെ ഏറ്റവും കുറഞ്ഞ അളവിൽ ഫ്യൂവലിനെ ബേൺ ചെയ്യിപ്പിക്കുക, മാക്സിമം എനർജി ജനറേറ്റ് ചെയ്യുക എന്നാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടും ഈ വാഹനത്തിന്. അങ്ങനെ ഈ CVT എഞ്ചിൻ കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കോ ഫ്രണ്ട്ലി ആയിരിക്കും, മികച്ച രീതിയിൽ ഫ്യൂവൽ എഫിഷ്യൻസി ആയിരിക്കും. അതുമാത്രമല്ല ഈ ഒരു എഞ്ചിൻ്റെ ലൈഫ് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും. പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഒരു സാധാരണ ഒരു എഞ്ചിൻ പ്രവർത്തിക്കുന്നതിനേക്കാളും കുറവായിരിക്കും ഈ ഒരു എഞ്ചിൻ്റെ പ്രവർത്തനം. കാരണം വളരെ കുറച്ച് കിലോമീറ്റർ മാത്രമേ എഞ്ചിൻ പ്രവർത്തിക്കുകയുള്ളൂ, വേണ്ടി വന്നാൽ മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ടാവുകയുള്ളൂ. അതിനൊക്കെ ഉപരി ആവശ്യമുള്ളപ്പോഴൊക്കെ മാത്രമേ ഈ എഞ്ചിൻ സ്റ്റാർട്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വാഹനത്തിന് മെയിൻ്റനൻസും കുറവായിരിക്കും, മികച്ച രീതിയിൽ ലൈഫ് ഇമ്പ്രൂവ് ആയിരിക്കും. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരാൻ പോകുന്നത് AIW സിസ്റ്റമാണ്. ഇൻ്റലിജൻറ്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൽ പെടുന്ന 4 വീൽ ഡ്രൈവ്.
സുസുക്കിയുടെ സ്വന്തം ടെക്നോളജിയായ ഈ ഒരു ടെക്നോളജി നമ്മൾ നിങ്ങളിലേക്ക് പരിചയപ്പെടാൻ പോകുന്നത് അടുത്ത വീഡിയോയിലൂടെ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സൈനിങ് ഓഫ്.